കയ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ CPM നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇരയായ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പോലീസ് നടപടി നീട്ടിക്കൊണ്ടുപോയാൽ പോലീസിനെതിരെ നിയമ നടപടികൾക്ക് പരാതി നൽകുമെന്നും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സഞ്ജയ്, ജിസിനി അനിൽ, KG ദിലീപ്, മനോജ് കളാന്ത്ര, PS അനിൽകുമാർ, KB അജയഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം CPMന്റെ ലോക്കൽ സെക്രട്ടറി ശക്തിധരൻ, അദ്ദേഹം 3 വർഷക്കാലമായിട്ട് ഒരു പിഞ്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥ നാട്ടിലാകപ്പാട്ടാണ്. അതുമാത്രമല്ല, ഇപ്പോൾ 15 വയസ്സായ പെൺകുട്ടി ഇപ്പോഴാണ് കാര്യങ്ങൾ മുഴുവൻ തുറന്നു വിട്ടത് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ DYSP ഉൾപ്പെടെ, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആ പെൺകുട്ടിയുടെ അമ്മ പരാതി അയച്ചിട്ടുണ്ട്. ആ പരാതിയുടെ പുറത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകാത്തതിനാൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ ആദ്യത്തെ സമരം നടന്നു. പോലീസ് അപ്പോഴും അനങ്ങിയിട്ടില്ല. മറ്റ് പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പോസിഷൻ പാർട്ടിക്കാർ അത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഈ പത്രസമ്മേളനവും ഇനി തുടർന്ന് ഇപ്പോൾ FIR ഇട്ടണമെന്നാണ് പറയണത്. പോലീസ് കയ്പമംഗലം സ്റ്റേഷനിൽ FIR ഇട്ടണമെന്നാണ് പറയുന്നത്. പക്ഷേ FIR ഇട്ടെങ്കിൽ കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല. അതിന് കാരണം CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ CPMന്റെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം നമ്മളറിയാൻ കഴിഞ്ഞതാണ്. CPMന്റെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം. ഈ സമ്മർദ്ദം മൂലമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വൈകുന്നത് എന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് തന്നെ അറിഞ്ഞ ഒരു വിവരം.